വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനും അതുപോലെ എൻ്റെ കുറച്ച് എക്സ്പീരിയൻസസ് നിങ്ങളോട് പങ്കുവയ്ക്കാനും കൂടിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴത്തേക്കും തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതിൽ കൂടി പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഉള്ളൂ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന അപ്കമിംഗ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് സമയം കളയാതെ തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് എങ്ങനെ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യാം, എങ്ങനെ ഒരു ഫാറ്റ് ടു ഫിറ്റ് ബോഡി മെയിൻറ്റെയിൻ ചെയ്യാം, ഇതിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് സംസാരിക്കുമ്പോൾ ഇതോടൊപ്പം തന്നെ ഞാൻ എൻ്റെ ഒരു വെയിറ്റ് ലോസ് ജേണിയെ പറ്റി അതിൻ്റെ ഒരു എക്സ്പീരിയൻസസ് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാം. നമുക്കറിയാം, ഇന്ന് നമ്മളിൽ ഭൂരിഭാഗം ആളുകൾ, ഒരുപാട് ആളുകൾ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നതാണ്. അതുപോലെ തന്നെ കുറച്ച് ഡയറ്റ് പ്ലാൻസ് ഒക്കെ ഫോളോ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്കൊരു ഇൻസ്പിറേഷൻ ആവട്ടെ, അല്ലെങ്കിൽ അവർക്കൊരു കുറച്ച് ഇൻഫർമേഷൻസ് ആവട്ടെ എന്ന് കരുതിയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ വെയിറ്റ് ലോസ് ജേണിയെ പറ്റി സംസാരിക്കുമ്പോൾ ഫസ്റ്റ് എൻ്റെ വെയിറ്റ് ഗെയിനെ പറ്റി ഞാൻ പറയാം. എൻ്റെ വെയിറ്റ് ഗെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ആസ് എവറി മദേഴ്സ് അറ്റ് ദ ടൈം ഓഫ് മൈ പ്രഗ്നൻസിയുടെ ടൈമിലാണ് എനിക്കും വെയിറ്റ് ഗെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ പ്രഗ്നൻസി സ്റ്റാർട്ടിങ് സ്റ്റേറ്റിൽ എൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 53 kgs ആയിരുന്നു. അപ്പോൾ ആഫ്റ്റർ ദാറ്റ് 9 months ഓഫ് പ്രഗ്നൻസി എൻ്റെ ഡെലിവറി ടൈം ആയപ്പോൾ എൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 73 kgs ആയി. അപ്പോൾ ഒരു 20 kgsൻ്റെ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ചാണ് എനിക്കുണ്ടായത്. ഓഫ് കോഴ്സ് പ്രഗ്നൻസി ടൈമാണ്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഫുഡ് കഴിക്കും. അപ്പോൾ എൻ്റെ ഒരു ബോഡി നേച്ചർ എന്ന് പറഞ്ഞാൽ തന്നെ ഫുഡ് ഇൻടേക്കിനനുസരിച്ച് നല്ലപോലെ വെയിറ്റ് ഗെയിൻ ചെയ്യുന്ന ഒരു ശരീരപ്രകൃതിയാണ്. അപ്പോൾ നമുക്കറിയാം, ഒരുപാട് ആളുകളുണ്ട് എത്ര ഫുഡ് കഴിച്ചാലും അങ്ങനെ അത് ബോഡിയിൽ അങ്ങനെ അധികം റിഫ്ലക്ട് ചെയ്യാറില്ല. ഓഫ് കോഴ്സ് ദേ ആർ ലക്കി എന്ന് തന്നെ പറയാം, അല്ലേ? അപ്പോൾ എൻ്റെ ഒരു ബോഡി നേച്ചർ എന്ന് പറയുന്നത് ഫുഡ് ഇൻടേക്കിനനുസരിച്ച് വെയിറ്റ് ഗെയിൻ ചെയ്യുന്ന ടൈപ്പാണ്. ഡെലിവറി ടൈമിൽ എൻ്റെ വെയിറ്റ് 73 kgs ആയി. ആൻഡ് ആഫ്റ്റർ ദാറ്റ് എൻ്റെ വെയിറ്റ് അങ്ങനെ ഗെയിൻ ചെയ്തിട്ടില്ല, ഒരുപാട് വെയിറ്റ് കൂടിയിട്ടില്ല. പിന്നെ എൻ്റെ ഡെലിവറിക്ക് ശേഷം ഒരു 1 year ഞാൻ ഈ വെയിറ്റിനെ പറ്റി അത്ര ബോധേഡല്ല. ഞാനത് അതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഡയറ്റ് പ്ലാൻസോ അല്ലെങ്കിൽ വർക്കൗട്ട്സോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്തിരുന്നില്ല. ബേബിയെ ഫീഡ് ചെയ്യുന്നുണ്ട്. അപ്പം 1 year കഴിഞ്ഞപ്പോൾ, ഡെലിവറി കഴിഞ്ഞ് 1 year കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞാൻ എൻ്റെ ഡയറ്റ് പ്ലാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എൻ്റെ ഡയറ്റ് പ്ലാനെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ ഡയറ്റ് പ്ലാൻ എന്ന് പറയുന്നത് എല്ലാതരം ഫുഡും കഴിച്ചുകൊണ്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ ആയിരുന്നു. അപ്പോൾ എല്ലാവരും ചിന്തിക്കും, എന്താണ് എല്ലാത്തരം ഫുഡ് കഴിച്ചുകൊണ്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ? എല്ലാതരം ഫുഡ് കഴിക്കും എന്ന് പറഞ്ഞാൽ തന്നെയും അതിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി വളരെ കുറച്ചായിരുന്നു. ക്വാണ്ടിറ്റി വളരെ കുറച്ചെന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു എങ്ങനെയാണ് ഞാൻ എൻ്റെ ഡയറ്റ് ഫോളോ ചെയ്തിരുന്നത്. എൻ്റെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് മോർണിംഗ് 6 o'clock ആണ്. അപ്പോൾ രാവിലെ 6 മണിക്ക് ഞാൻ എണീറ്റ് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് ചെറിയ ചൂടുള്ള വെള്ളം, അതിൽ ആപ്പിൾ സൈഡർ വിനെഗർ ആൻഡ് 1 സ്പൂൺ തേൻ ഇതൊഴിച്ചിട്ട് ആ ഒരു ജ്യൂസ് പോലെ അത് ഞാനത് കുടിക്കും രാവിലെ. ഓക്കെ, ഈ ACV എന്ന് പറയാൻ ആപ്പിൾ സൈഡർ വിനെഗർ നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങൾ പലർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും. ആപ്പിൾ സൈഡർ വിനെഗർ നമുക്ക് നമ്മുടെ ബോഡിക്ക് ഹെൽപ്ഫുൾ ആണ്, ഫാറ്റ് റിഡക്ഷനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും എന്നാണ് പല പഠനങ്ങളും പറഞ്ഞിട്ടുള്ളത്. നമുക്ക് അല്ലാതെ തന്നെ ഒരുപാട് ബോഡി ബെനിഫിറ്റ്സ് ഉള്ളൊരു സംഗതിയാണ് ആപ്പിൾ സൈഡർ വിനെഗർ എന്നാണ് പറയപ്പെടുന്നത്. ഇനി ഇതിന് സൈഡ് എഫക്ട്സ് ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്കും വലിയ ഉറപ്പൊന്നുമില്ല. പക്ഷേ ഞാൻ ഒരുപാട് സൈഡ് എഫക്ട്സിനെ പറ്റിയൊന്നും ഞാൻ അധികം അങ്ങനെ വായിച്ചിട്ടുമില്ല. അപ്പോൾ ആപ്പിൾ സൈഡർ വിനെഗർ ഞാൻ ഒരുപാട് സെർച്ച് ചെയ്തതിന് ശേഷമാണ് ഉപയോഗിച്ച് തുടങ്ങിയത്. എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ പറയാം. അങ്ങനെ സൈഡ് എഫക്ട്സ് ഒന്നും ഉണ്ടായിട്ടില്ല. ഫാറ്റ് റിഡക്ഷൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആപ്പിൾ സൈഡർ വിനെഗർ യൂസ് ചെയ്യണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഒരു സ്റ്റഡി നടത്തിയതിന് ശേഷം ഏതെങ്കിലും ഒരു ഡോക്ടറിന് അല്ലെങ്കിൽ ഡയറ്റീഷ്യൻ്റെ ഒരു സജഷൻ ഉണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്യാൻ പാടുള്ളൂ. എൻ്റെ എക്സ്പീരിയൻസിൽ എനിക്ക് അങ്ങനെ നെഗറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഒന്നും ഈ ആപ്പിൾ സൈഡർ വിനെഗർ യൂസ് ചെയ്തുകൊണ്ട് ഉണ്ടായിട്ടില്ല. അപ്പം മോർണിംഗ് ഈ ഒരു വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് ഒരു 8-9 മണിയാകുമ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ നോർമൽ ബ്രേക്ക്ഫാസ്റ്റ് എന്താണോ അത് തന്നെ. സോ ഫോർ എക്സാമ്പിൾ ദോശയാകാം, പുട്ടാകാം, ഇഡ്ഡലി. അപ്പോൾ ഇതൊക്കെ കഴിക്കും എന്ന് പറഞ്ഞാലും ഒരു ദോശ അല്ലെങ്കിൽ 2 ഇഡ്ഡലി, 1/4 കുറ്റി പുട്ട്, ഒരു 2 സ്പൂൺ 3 സ്പൂൺ ഉപ്പുമാവ്, ആ രീതിയിൽ വളരെ ക്വാണ്ടിറ്റി കുറച്ചാണ് ഫുഡ് കഴിച്ചിരുന്നത്, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂട്ടത്തിൽ ചായ. അപ്പോൾ ചായയുടെ കാര്യം പറയുമ്പോൾ നമ്മൾ നോർമലി ഡയറ്റ് ചെയ്യുന്ന ആളുകൾ ചായ ഒഴിവാക്കണമെന്നാണ് പറയുന്നത്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാനൊരു ഹാർഡ് കോർ ടീ ലവറാണ്. ഓക്കെ, എനിക്ക് ടീ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ സമയം കിട്ടുമ്പോഴേക്കും ഞാൻ ചായ കുടിക്കുന്ന ഒരു ടൈപ്പാണ്. അപ്പോൾ ചായ എനിക്ക് ഒഴിവാക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ മോർണിംഗ് ആൻഡ് ഈവനിങ് ഓരോ ഗ്ലാസ് ചായ കുടിച്ചിരുന്നു. ബ്രേക്ക്ഫാസ്റ്റിന് കൂട്ടി നല്ല പാലൊഴിച്ച് മധുരം കുറച്ച ഒരു ചായ കുടിക്കും. ഓക്കെ, അപ്പം മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഈ രീതിയിൽ പോയി. ദെൻ ഇതിനിടയ്ക്ക് മോർണിംഗ് ടു ലഞ്ച് ഇൻ ബിറ്റ്വീൻ ഞാൻ അങ്ങനെ ഒരു ഫുഡോ അല്ലെങ്കിൽ സ്നാക്കോ അങ്ങനെയൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ലഞ്ച് എന്ന് പറയുന്നത് നമ്മൾ നോർമലി ചോറാണല്ലേ കഴിക്കുന്നത്. അപ്പം എൻ്റെ കേസിൽ ഞാൻ കഴിച്ചത് ഈ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ റിപ്പീറ്റ് ചെയ്തു. അതായത് ചോറിൻ്റെ ഒരു
ചോറിൻ്റെ ഇൻടേക്ക് കുറച്ചുകൊണ്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ. അപ്പം ലഞ്ചിൻ്റെ ടൈമിൽ ഈ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ റിപ്പീറ്റ് ചെയ്തു. പ്ലസ് ചോറിന് നമ്മൾ ഉണ്ടാക്കുന്ന എല്ലാ കറികളും, അവിയലാവട്ടെ സാമ്പാറാവട്ടെ ഏത് തരം കറികളും അതും കൂടെ ഉൾപ്പെടുത്തി. ഓക്കെ, പിന്നെ ചിക്കൻ മീൻ അതൊന്നും ഒഴിവാക്കിയിരുന്നില്ല. അതെല്ലാം സമയം പോലെ മീൻസ് അവൈലബിൾ ആവുന്ന ടൈമിലൊക്കെ അതൊക്കെ കഴിച്ചിട്ടുണ്ട്. എങ്കിലും ഇതിൻ്റെയൊക്കെ അളവ് വളരെ കുറഞ്ഞിരിക്കാൻ വേണ്ടി ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ തന്നെ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വെള്ളം ഒരുപാട് കുടിക്കും. നല്ല തിളപ്പിച്ചരച്ച വെള്ളം ഒരുപാട് കുടിക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ ഈവനിങ് വന്നിട്ട് നമ്മൾ ഞാൻ മുമ്പ് പറഞ്ഞത് തന്നെ ഒരു ഗ്ലാസ് ചായ, മധുരം കുറച്ചിട്ടുള്ള ചായ കുടിക്കും. ദെൻ സ്നാക്കായിട്ടൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനി നമുക്ക് സ്നാക്ക് കഴിക്കണമെന്നും അല്ലാത്ത കൊതിയോ അല്ലെങ്കിൽ ഭയങ്കര ആഗ്രഹമൊക്കെ തോന്നുവാണെങ്കിൽ 1-2 ബൈറ്റ് സ്നാക്ക് കഴിക്കും. അതുകൊണ്ട് അതങ്ങ് അവസാനിപ്പിക്കും. അപ്പം ഈവനിങ് ഇങ്ങനെ. ദെൻ നൈറ്റ് വന്നു കഴിഞ്ഞാൽ ഡിന്നറിൽ ഒരു 7:30, 8 o'clock ഒക്കെ ആകുമ്പോഴത്തേക്കും ഡിന്നർ കഴിക്കും. ഡിന്നർ എന്ന് പറയുമ്പോൾ മോസ്റ്റ്ലി ഞാൻ പ്രിഫർ ചെയ്തിരുന്നത് ഓട്സ് കഞ്ഞിയാണ്. ഓട്സ് കഞ്ഞി അല്ലെങ്കിൽ ഓട്സ് പുട്ട്, ഇതായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, ചോറ് എന്താണെങ്കിലും കഴിച്ചിരുന്നില്ല. അതല്ലെങ്കിൽ ഓട്സ് കഞ്ഞി, ഓട്സ് പുട്ട്, അല്ലെങ്കിൽ ചപ്പാത്തിയോ ഒരു ചപ്പാത്തി, അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന്റെ തന്നെ ഐറ്റം തന്നെയാണ് ഡിന്നറിന് റിപ്പീറ്റ് ചെയ്തിരുന്നത്. ഓക്കെ, പിന്നെ ഇത് കഴിച്ചിട്ട് വയറ് നിറഞ്ഞില്ല എന്നൊരു ഫീല് തോന്നുവാണെങ്കിൽ പാളയംകുടം പഴം അല്ലെങ്കിൽ റോബസ്റ്റ പഴം, ഇങ്ങനത്തെ പഴം ഒക്കെ കഴിച്ചിരുന്നു. 1-2 പഴം കഴിച്ചിരുന്നു. ഈ രീതിയിലുള്ള ഒരു ഡയറ്റ്. പിന്നെ എല്ലാ ദിവസവും എനിക്ക് ഇങ്ങനെ തന്നെ ഫോളോ ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ചില ദിവസങ്ങളിലൊക്കെ ഞാൻ ചോറ് കഴിക്കും, ചില ദിവസം പുറത്ത് പോകുന്ന ദിവസം നമ്മൾ ചിലപ്പോൾ ഫുഡ് കഴിച്ചിരിക്കും. അപ്പം അങ്ങനെ വരുന്ന ദിവസങ്ങളിലൊക്കെ അതിൻ്റെ അടുത്ത ദിവസം ഞാൻ കോമ്പൻസേറ്റ് ചെയ്ത് കഴിച്ചിരുന്നു. മീൻസ് അളവ് വീണ്ടും കുറച്ച് കഴിച്ചിരുന്നു. അപ്പം ഈ രീതിയിൽ ഫുഡിൻ്റെ അളവ് കുറച്ച് കഴിക്കുമ്പോൾ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ന്യൂട്രിയൻസ് നമ്മുടെ ഉള്ളിൽ കിട്ടുന്നുണ്ടോ. അപ്പോൾ അത് ഉറപ്പുവരുത്താനായിട്ട് ഞാൻ ചില ദിവസങ്ങളിലൊക്കെ ചെറുപയർ പുഴുങ്ങി കഴിക്കും. പിന്നെ ചിലപ്പോൾ ബദാമോ, പിന്നെ അണ്ടിപ്പരിപ്പ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇടയ്ക്ക്, പിന്നെ ഡേറ്റ്സ്, അതൊക്കെ കിട്ടുന്ന അവൈലബിൾ ആവുന്ന പോലെ അതൊക്കെ കഴിക്കും. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു ഡയറ്റ് പ്ലാൻ ആയിരുന്നു ഞാൻ ഫോളോ ചെയ്തിരുന്നത് അപ് ടു 6 months. 6 months കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല ചേഞ്ചസ് വന്നു തുടങ്ങി. അതായത് ബോഡി വെയിറ്റ് ഒരുവിധം നല്ലോണം കുറഞ്ഞു തുടങ്ങി. ഏകദേശം ഒരു 12 കിലോയോളം കുറഞ്ഞു. അതായത് 73 kgs ആയിരുന്നു. അതിൽ നിന്നൊരു ഏകദേശം ഒരു 12 കിലോ എങ്കിലും എനിക്ക് റിഡ്യൂസ് ചെയ്ത് കിട്ടി. അപ്പോൾ നമ്മൾ വളരെ ഹാപ്പിയായി. നമ്മൾ കുറച്ച് സ്ട്രഗിൾ ചെയ്തപ്പോൾ നമുക്ക് ഇത്രയും വെയിറ്റ്, എങ്കിലും എൻ്റെ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യണമല്ലോ. അപ്പോൾ എനിക്കൊരു ടാർഗറ്റ് ഉണ്ട്. എൻ്റെ സ്റ്റാർട്ടിങ് വെയിറ്റ് എത്രയാണോ ആ ഒരു വെയിറ്റിൽ എത്തണം എന്നാണ് എൻ്റെ ഒരു ടാർഗറ്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ദെൻ 6 months കഴിഞ്ഞപ്പോൾ ഞാൻ ചെറിയ വർക്കൗട്ട്സ് സ്റ്റാർട്ട് ചെയ്തു. അതായത് മോർണിംഗ് എന്തായാലും 6 മണിക്ക് എണീക്കും. അപ്പം നമുക്ക് മോർണിംഗ് വോക്ക്, ആ രീതിയിൽ മോർണിംഗ് വോക്ക്, ചെറിയ എക്സർസൈസസ് നമ്മൾ യൂട്യൂബൊക്കെ നോക്കിയിട്ട് അത്യാവശ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ എക്സർസൈസ് അതൊക്കെ ഫോളോ ചെയ്തു തുടങ്ങി. എന്നാൽ ഒരുപാട് വലിയ എക്സർസൈസ് അങ്ങനത്തെ രീതിയിലൊന്നും എല്ലാ ദിവസവും ചിട്ടയായ എക്സർസൈസ് അങ്ങനെയും ചെയ്തിരുന്നില്ല. ഒരു ദിവസം ഒരു മാക്സിമം 45 minutes ചെറിയ രീതിയിലുള്ള വർക്കൗട്ട്സിന് മാറ്റി വെച്ചു. അപ്പം ഈ രീതിയിൽ വർക്കൗട്ട്സ് പ്ലസ് ഡയറ്റ് ഇത് ഒരു 1 year-ഓളം ഞാൻ കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ 1 year-ഓളം കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് ലാസ്റ്റ് ടൈമിൽ എനിക്ക് എൻ്റെ 20 kgs, ഞാൻ ഗെയിൻ ചെയ്ത 20 kgs എനിക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ വീണ്ടും 53 kgs വന്നു നിന്നു. നമുക്ക് അറിയാം, നമ്മൾ പ്രഗ്നൻസി സ്റ്റാർട്ട് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ വെയിറ്റ് ഗെയിൻ വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പഴയ ഡ്രസ്സുകളൊക്കെ നമ്മൾ ഒരു സൈഡിലേക്ക് മാറ്റും, അല്ലേ? നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, നമ്മളുടെ ബോഡി അതിന് ഫിറ്റ് ആവില്ല. എനിക്കും ഇതുപോലെ തന്നെ കുറേ ഡ്രസ്സുകളുണ്ട്. ഞാൻ നമ്മൾ ഇഷ്ടപ്പെട്ട് മേടിച്ച കുർത്തീസ്, ജീൻസ്, ഇതൊന്നും നമുക്ക് ഇടാൻ പറ്റില്ല. ലാസ്റ്റ് ഞാൻ ഈ വെയിറ്റ് ലൂസ് ചെയ്തതിന് ശേഷം എൻ്റെ പഴയ ഡ്രസ്സുകളൊക്കെ ഞാൻ ഇട്ട് നോക്കി. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. നമുക്കൊരു എന്താ പറയുന്നത്, സാറ്റിസ്ഫാക്ഷൻ തോന്നി. നമ്മുടെ വെയിറ്റ് കുറയുക, നമ്മുടെ ബോഡി ഫ്ലെക്സിബിൾ ആയിട്ടിരിക്കുക എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര എന്താ പറയുന്നത് ഒരു സാറ്റിസ്ഫാക്ഷൻ തരുന്ന കാര്യം തന്നെയാണ്. പക്ഷേ വെയിറ്റ് കൂടിയിരുന്നാൽ അത് മോശമാണ് എന്ന അഭിപ്രായം എനിക്കില്ല. വെയിറ്റ് കൂടിയിരുന്നാലും വെയിറ്റ് കുറഞ്ഞിരുന്നാലും ഹെൽത്തി ആയിരിക്കുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഒരു വെയിറ്റ് ലോസ് ട്രാൻസിഷൻ, ഒരു വെയിറ്റ് ലോസ് ജേർണി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു വെയിറ്റ് ലോസ് ജേർണിയിലെ കുറച്ച് ഫോട്ടോസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ട് നമുക്ക് വേഗം തിരിച്ചു വരാം. ലൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന, എന്തെങ്കിലും ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യുന്ന, ഒരു ഫിറ്റ് ബോഡി മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളോട് എനിക്ക് കുറച്ച് ചെറിയ സജഷൻസും കുറച്ച് ചെറിയ ടിപ്സും പറയാനുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യമാണ്, നമുക്കൊരു സ്ട്രോങ് ഡിസിഷൻ അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ഡിറ്റർമിനേഷൻ ഉണ്ടായിരിക്കുക എന്നുള്ളത്. നമുക്കൊരു ടാർഗറ്റ് ഉണ്ടായിരിക്കണം. ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യാനുള്ള ഒരു വില്ലിങ്നെസ് നമുക്കുണ്ടായിരിക്കണം. ഫസ്റ്റ് പോയിന്റ് അതാണ്. ആൻഡ് സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത്,
നമ്മുടെ ബോഡി ടൈപ്പ് അല്ലെങ്കിൽ നമ്മുടെ ബോഡി നേച്ചർ എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ നമ്മളുടെ ഫുഡ് ഇൻടേക്കിനനുസരിച്ച് നമ്മൾ വണ്ണം വയ്ക്കുന്ന ടൈപ്പാണോ, അല്ലെങ്കിൽ ഏത് തരം ഫുഡ് കഴിച്ചാലാണ് നമ്മൾ കൂടുതൽ ഫാറ്റി ആവുക, അത് ഐഡൻറ്റിഫൈ ചെയ്യുക. നമ്മുടെ ഒരു ബോഡി നേച്ചർ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക, അതിനനുസരിച്ചുള്ള ഒരു ഡയറ്റ് പ്ലാൻ നമ്മൾ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, സെക്കൻഡ് പോയിന്റ് അതാണ്. ആൻഡ് മൂന്നാമത്തെ പോയിന്റാണ് രാവിലെ എണീക്കുക. വേക്കപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. നമുക്ക് നേരത്തെ തന്നെ എണീറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സമയം ഉണ്ടാകും, പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉണർവും ഉണ്ടാകും, ഒരു ഫ്രഷ്നെസ്സും ഉണ്ടാകും. അപ്പം രാവിലെ എണീക്കുക എന്നുള്ളത് നമ്മൾ ഡയറ്റ് അല്ലെങ്കിൽ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. വേക്കപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. ഓക്കെ, ആൻഡ് അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് വർക്കൗട്ട് അല്ലെങ്കിൽ എക്സസൈസ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പാർട്ടാക്കി മാറ്റുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് ഇപ്പം നമുക്കറിയാം, നമ്മൾ രാവിലെ പല്ല് തേക്കുന്നു, കുളിക്കുന്നു, അല്ലെങ്കിൽ ഫുഡ് കഴിക്കുന്നു, ഇതൊക്കെ ഒരു റുട്ടീനാണ് എന്ന് പറയുന്നത് പോലെ വർക്കൗട്ട് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിനൊരു പാർട്ടായിട്ട് തന്നെ കൊണ്ടുപോകണം. എസ്പെഷ്യലി ലേഡീസിൻ്റെ കേസിൽ കമ്പാരിറ്റീവ്ലി ലേഡീസിന് മസിൽ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബോൺ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്, ഡിസീസസ് വളരെ വളരെ കൂടുതലാണ് പുരുഷന്മാരെ അപേക്ഷിച്ച്. എന്നാൽ നമ്മൾ വീട്ടിൽ ഒരുപാട് ജോലികൾ ചെയ്യുന്നുമുണ്ട്. ഓക്കെ, പക്ഷെ നമ്മൾ ഒരുപാട് ജോലികൾ വീട്ടിൽ ചെയ്താൽ കൂടിയും നമ്മുടെ മസിൽസിനെ ടോൺ ചെയ്യുന്ന അല്ലെങ്കിൽ ബോൺസിനെ സ്ട്രോങ് ആക്കുന്ന തരത്തിലുള്ള ഒരു തരത്തിലുള്ള എക്സസൈസും അത് ആവുന്നില്ല. അപ്പോൾ നമുക്ക് ഫിറ്റായിട്ടുള്ളൊരു ബോഡി കൊണ്ടുപോകാനും അല്ലെങ്കിൽ മസിൽസ് സ്ട്രോങ് ആക്കാനും വേണ്ടിയിട്ട് എക്സസൈസ് തന്നെയാണ് ചെയ്യുന്നത്. അതാണ് പറയുന്നത് എസ്പെഷ്യലി ലേഡീസ് ചെയ്തിരിക്കേണ്ട കാര്യമാണ്. കാരണം നമുക്കറിയാം 30 വയസ്സ് കഴിഞ്ഞാൽ ബോൺ ഡെൻസിറ്റി കുറയുന്നു അല്ലേ, നമ്മൾ പരസ്യങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ഒരു പരിധിവരെ ശരിയാണ്. നമ്മളുടെ ഏജ് കൂടുന്തോറും ബോൺസ് എല്ലാം വീക്കായിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിനെ സ്ട്രോങ് ആക്കണമെങ്കിൽ നമ്മൾ എക്സസൈസ് ചെയ്ത് തന്നെ അതിനെ സ്ട്രോങ് ആക്കണം. ഇനി വീട്ടിലിരുന്ന് വേണം നമുക്ക് വർക്കൗട്ട് ചെയ്യാം. നമുക്ക് പല യൂട്യൂബിലും അതുപോലെ മറ്റ് പല സോഷ്യൽ നെറ്റ്വർക്കിംഗ് മീഡിയസിലും നമുക്ക് ഒരുപാട് വർക്കൗട്ട് സാമ്പിൾസ് അവൈലബിൾ ആണ്. നമുക്ക് വർക്കൗട്ട് അത് നോക്കി ഫോളോ ചെയ്യാം. പക്ഷേ ജിമ്മിൽ പോയി എക്സസൈസ് ചെയ്യാൻ അങ്ങനെ സാഹചര്യം ഉള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും അത് ഫോളോ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം നമുക്കവിടെ ഒരു ട്രെയിനർ ഉണ്ടാവും. അദ്ദേഹം നമ്മൾ എന്തെങ്കിലും തെറ്റായ രീതിയിൽ പോവുകയാണെങ്കിൽ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം അവിടെ ഉണ്ടാകും. ഓക്കെ, പ്രത്യേകിച്ചും ജിം എന്നൊക്കെ പറയുന്നത് ഒരു മെയിൽ ഇൻഡസ്ട്രി ആയിട്ടാണ് അറിയപ്പെടുന്നത്. പക്ഷേ ഇപ്പോൾ അത് ഒരുപാട് മാറിയിട്ടുണ്ട്. ഇപ്പം ഇന്ന് ജിമ്മിൽ കൂടുതലും എനിക്ക് തോന്നുന്നത് യൂസ് ചെയ്യുന്നത് ലേഡീസാണ്. അപ്പം നമുക്ക് അങ്ങനെ ഒരു അവസരം ഉണ്ടാവുകയാണെങ്കിൽ അത് മസ്റ്റായിട്ടും ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി അതൊന്നും ഇല്ല, ജിമ്മിലൊന്നും പോകാൻ പറ്റുന്നില്ല കൂടിയും വീട്ടിലിരുന്ന് ചെയ്യാവുന്ന തരത്തിലുള്ള വർക്കൗട്ട്സ് നമ്മൾ മസ്റ്റായിട്ടും ഫോളോ ചെയ്തിരിക്കണം. ഓക്കെ, അത് ലേഡീസിനും ജെൻസിനും ഒരുപോലെ ബാധകമാണ്. ഞാൻ എസ്പെഷ്യലി ലേഡീസിൻ്റെ കാര്യം എടുത്തു പറഞ്ഞത് മാത്രം. അപ്പോൾ അതൊരു പോയിന്റ്. ദെൻ അടുത്ത പോയിന്റ് എന്ന് വെച്ചാൽ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, പലതരത്തിലുള്ള ഡയറ്റ്സ് ഫോളോ ചെയ്യുന്നവരാണ് നമ്മൾ. അപ്പം ഫോർ എക്സാമ്പിൾ നമുക്ക് ഇൻ്റർനെറ്റ്സിലും അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ ഒരുപാട് ക്രാഷ് ഡയറ്റ്സ് അവൈലബിൾ ആണ്. GM ഡയറ്റ്, അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് 8 കിലോ കുറയ്ക്കാം, 2 മാസം കൊണ്ട് 12 കിലോ കുറയ്ക്കാം. ഈ രീതിയിലുള്ള ഒരുപാട് ക്രാഷ് ഡയറ്റ്സ് നമ്മളിൽ പലരും ഫോളോ ചെയ്യുന്നതാണ്. ഇങ്ങനെ ഫോളോ ചെയ്തത് കൊണ്ട് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറയുന്നത്, എൻ്റെ ഒരു വെയിറ്റ് ലോസ് എന്ന് പറയുന്നത് ഒരു ഗ്രാജുവൽ ചേഞ്ച് ആണ്. ഓൾമോസ്റ്റ് 1 ഇയർ കൊണ്ടാണ് എനിക്ക് വെയിറ്റ് ലോസ്, എൻ്റെ ഒരു ബോഡി ഫിറ്റായി വന്നത്. അത് ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള ചേഞ്ചാണ് എനിക്ക് ഇപ്പോഴും ഫീൽ. ഇപ്പോഴും ഞാൻ അധികം അതിൽ നിന്നും ഒരുപാട് അറ്റ് പ്രസന്റ് എൻ്റെ വെയിറ്റ് 55 kg ആണെങ്കിൽ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ഒന്നും അതിൽ നിന്ന് വന്നിട്ടില്ല. ഓക്കെ, അപ്പം സ്ഥായി ആയിട്ടുള്ള ചേഞ്ച് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഗ്രാജുവൽ ആയിട്ടുള്ള ഒരു ലോങ് ടേം ആയിട്ടുള്ള ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്തെങ്കിൽ മാത്രമേ ഒക്കൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ക്രാഷ് ഡയറ്റ്സ് ഒക്കെ ഫോളോ ചെയ്യുന്നത് ഓക്കെ, പക്ഷെ അത് സ്ഥായി ആയിട്ടുള്ളൊരു മാറ്റം ഉണ്ടാക്കും എന്നെനിക്ക് ഫീൽ ചെയ്യുന്നില്ല. കാരണം ഒരാഴ്ച നമ്മൾ അങ്ങനത്തെ ഒരു ഫുഡിൻ്റെ പ്ലാൻ ചേഞ്ച് ചെയ്താലും നെക്സ്റ്റ് നമ്മൾ നോർമൽ റൊട്ടീനിലേക്ക്, നോർമൽ ഫുഡിങ് ഹാബിറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് ലൂസ് ചെയ്ത വെയിറ്റ് എല്ലാം തിരിച്ചു വരുന്ന ഒരു പ്രവണതയാണ് കണ്ടുവരുന്നത്. അതൊന്നും ചെയ്യണ്ട എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ, പേഴ്സണൽ ഒപ്പീനിയനാണ്, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ഇങ്ങനെ ഒരു ഗ്രാജുവൽ ചേഞ്ച് അല്ലെങ്കിൽ ലോങ് ടൈമിൽ പ്രോപ്പർ ആയിട്ടുള്ള ഡയറ്റ് പ്ലാൻ കൊണ്ടുവന്ന് വളരെ സ്ലോ ആയിട്ട് വെയിറ്റ് ലൂസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ ഓപ്ഷൻ എന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, ദെൻ അടുത്തെന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിന് പ്രോപ്പർ ന്യൂട്രീഷൻ കിട്ടുന്നുണ്ടെന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. പലതരത്തിലുള്ള ഡയറ്റ് ഫോളോ ചെയ്യുമ്പോഴും നമുക്ക് പ്രോപ്പറായിട്ടുള്ള ന്യൂട്രീഷൻസ് ആയിരിക്കില്ല ഉള്ളിൽ ചെല്ലുന്നത്. അപ്പം അങ്ങനെ പ്രോപ്പർ ന്യൂട്രീഷൻ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്നുണ്ട്, നമുക്ക് കിട്ടുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്, പക്ഷേ എല്ലാവരും വിട്ടുപോകുന്ന ഒരു പോയിന്റാണ് ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളത്. നമ്മൾ കൃത്യമായ ഇടവേളകളിൽ നല്ല നീറ്റായിട്ടുള്ള തിളപ്പിച്ചാർച്ച വെള്ളം കുടിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, പക്ഷേ നമ്മൾ പലപ്പോഴും അത് വിട്ടുപോകും. അപ്പോൾ അത്
ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അതൊരിക്കലും മറക്കാൻ പാടില്ല. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ എന്തെങ്കിലും ഒരു ഡയറ്റ് പ്ലാൻ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ, എന്തെങ്കിലും വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ പല പല കാര്യങ്ങൾ ഇന്റർനെറ്റിൽ പോയി തപ്പും, പലരുടെ വീഡിയോസ് കാണും, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലേക്ക് നമ്മൾ ഇൻവോൾവ് ആകും. അതൊക്കെ കാണുന്നതൊക്കെ ഓക്കെ, അതൊക്കെ കണ്ട് അവിടുന്ന് കുറച്ച് ചെയ്ത് ഇവിടുന്ന് കുറച്ച് അക്സെപ്റ്റ് ചെയ്ത് അങ്ങനെ പലതും മിക്സായി പോവാതെ ഏതെങ്കിലും ഒരു ഡയറ്റ് പ്ലാനിൽ നമ്മൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ ഒരു എല്ലാ കാര്യങ്ങളും ഈ ഞാനിപ്പോൾ പറഞ്ഞ എല്ലാ പോയിന്റ്സും നമ്മൾ ഒരു കുറച്ചെങ്കിലും നീതി പുലർത്തുകയാണെങ്കിൽ നമുക്കൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഫിറ്റ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.